സരിത എസ് നായരും ഉന്നതരുമായുള്ള കിടപ്പറ ദൃശ്യങ്ങളുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലുകളുമായി ബിജുവിന്റെ അഭിഭാഷകൻ ജേക്കബ് മാത്യു രംഗത്ത് വന്നത്. ഉന്നതന്മാർക്കൊപ്പമുള്ള സരിതയുടെ കിടപ്പറ ദൃശ്യങ്ങൾ കണ്ടതായും ബിജുവിന്റെ രേഖാമൂലമുള്ള അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു തരത്തിലും പൊതുജനങ്ങളെയോ തെറ്റിദ്ധരിപ്പിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നില്ല അത്. യഥാർത്ഥത്തിൽ അപ്രകാരം വീഡിയോ ദൃശ്യങ്ങളുണ്ട്, സരിതയുടെ ഡയറിക്കുറിപ്പുമുണ്ട്. അത് പ്രസിദ്ധപ്പെടുത്തുന്നതിന് ബിജുവിന്റെ രേഖാമൂലമായ അനുമതി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് കൊല്ലത്തെത്തിയത്. തേക്കടി ഗസ്റ്റ് ഹൌസ്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അജിത് കുമാറിന്റെ വസതി, കേന്ദ്രമന്ത്രി കെ.സി. വേണുഗോപാലിന്റെ സുഹൃത്തിന്റെ ഡൽഹിയിലെ വസതി എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തന്റെ പക്കലുള്ളത്. ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നറിഞ്ഞ പോലീസ് ഫോൺ ചോർത്തുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ സരിതയ്ക്ക് വേണ്ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം മന്ത്രിമാർക്കെതിരായി ബിജു രാധാകൃഷ്ണൻ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ രശ്മി വധക്കേസിന്റെ വിചാരണ നടക്കുന്ന കൊല്ലം ജില്ലാ കോടതിയിൽ കനത്ത സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണവേളയിൽ മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിലേക്ക് കയറാൻ പോലീസ് അനുവദിച്ചില്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ മാധ്യമപ്രവർത്തകരെ കടത്തിവിടാൻ ജില്ലാ ജഡ്ജി പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. മീഡിയ 1 കൊല്ലം.